നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 27, 2026 ചൊവ്വ. അങ്ങനെ വെള്ളിയാഴ്ച അതിശക്തമായ നഷ്ടം നേരിടേണ്ടി വന്ന ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലവിൽ വന്നതിനെ തുടർന്ന് ഇന്ന് അതിശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ വലിയ ഒരു നഷ്ടത്തിൽ നിന്നും കരകയറ്റിക്കൊണ്ട് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുണ്ടായതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. മാത്രമല്ല, ഇന്ന് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മന്ത്ലി എക്സ്പയറി ആയിരുന്നതിനാൽ തന്നെ മാർക്കറ്റ് ഇന്ന് ഹൈലി വോൾട്ടൈലുമായിരുന്നു. എങ്കിലും ഇന്ന് നിഫ്റ്റിക്ക് 24,900 എന്ന ലെവലിന് തൊട്ട് മുകളിലായിട്ട് സപ്പോർട്ട് എടുക്കുവാനും സാധിച്ചു. മാത്രമല്ല, തുടർന്ന് നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് നിഫ്റ്റിയുടെ 200 ഡേ EMA ലെവലായ 25,160 എന്ന ലെവൽ അതിശക്തമായി മറികടക്കുവാനും സാധിച്ചതിന്റെ ഫലമായിട്ട് 25,246 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നെങ്കിലും 126 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,175 എന്ന ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് 732 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ മൾട്ടി ടൈം സപ്പോർട്ടായിരുന്ന 58,800 എന്ന ലെവലും മറികടന്നുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം ഇന്ന് സെൻസെക്സിനും 319 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എങ്കിലും ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1,489 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1,438 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. അദാനി എന്റർപ്രൈസസ്, ആക്സിസ് ബാങ്ക്, JSW സ്റ്റീൽ, അദാനി പോർട്സ്, ഗ്രാസിം ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ കൊട്ടാക് മഹേന്ദ്ര ബാങ്ക്, M&M, ഇറ്റേണൽ, മാരുതി സുസുക്കി, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ മെറ്റൽ ഇൻഡെക്സിന് ഇന്ന് 2% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ഓട്ടോ ഇൻഡെക്സിന് 1% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. അതേസമയം മീഡിയ ഇൻഡെക്സിനും 2% ഇടിവ് നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. മാത്രമല്ല, PSU ബാങ്ക് ഇൻഡെക്സിനും 0.6% നേട്ടത്തോടുകൂടി തന്നെ ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്ന ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 24 പൈസയുടെ നേട്ടത്തോടുകൂടി 91.72 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇന്ന് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലവിൽ വന്നതിനെ തുടർന്ന് നിലവിൽ യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെടുന്ന കാറുകൾക്ക് 110% താരിഫാണ് ഇന്ത്യ ചുമത്തുന്നത്. ഇതിൽ നിന്നും 40% യൂറോപ്യൻ കാറുകൾക്ക് താരിഫ് കുറയ്ക്കുകയുമുണ്ടായി. തുടർന്ന് ഇത് 10% കാലക്രമേണ എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് അത് ഇന്ത്യൻ ഓട്ടോ സ്റ്റോക്കുകൾക്ക് അതിഭീകരമായ ക്ഷീണമേൽപ്പിക്കുകയും ചെയ്തു. തൽഫലമായി M&M, മാരുതി സുസുക്കി ഇന്ത്യ തുടങ്ങിയ ഓട്ടോ സ്റ്റോക്കുകൾക്ക് 5% ഇടിവ് ഇൻട്രാഡേ ബേസിസിലും രേഖപ്പെടുത്തുകയുണ്ടായി. തൽഫലമായി ഇന്ന് നിഫ്റ്റി ഓട്ടോയും 250 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 0.93% നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ക്വാർട്ടർ 3 റിസൾട്ടിന്റെ ഇമ്പാക്ടിനെ തുടർന്ന് ഇന്ന് JSW എനർജി, ഗോദ്രേജ് കൺസ്യൂമർ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് 10% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ ഇന്ത്യ സിമെന്റ് സ്റ്റോക്കിന് 5% ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. അതേസമയം ക്വാർട്ടർ 3 റിസൾട്ടിന്റെ ഇമ്പാക്ടിന്റെ ഫലമായി തന്നെ അൾട്രാടെക് സിമെന്റിന് ഇന്ന് 4% കുതിച്ചുചാട്ടം ഇൻട്രാഡേ ബേസിസിൽ നടത്തുവാനുമായി. ഗൗതം അദാനിക്കും ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് സാഗർ അദാനിക്കുമെതിരെ നിയമപരമായ സമൻസ് അയക്കുവാൻ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ കോടതിയുടെ അനുമതി തേടിയെന്നുള്ള റിപ്പോർട്ട്സുകൾ വെള്ളിയാഴ്ച വന്നതിനെ തുടർന്ന് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ അതിശക്തമായ സെല്ലിംഗ് അനുഭവപ്പെടുകയുണ്ടായി. എന്നാൽ ഇന്ന് വീണ്ടും കാര്യങ്ങൾ മാറി മറിഞ്ഞതിനെ തുടർന്ന് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ 5% ഉയർച്ച ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. ഈ വീക്കെൻഡിൽ പ്രസിദ്ധീകരിച്ച ക്വാർട്ടർ 3 ഏർണിംഗ്സിൽ എസ്റ്റിമേഷനെ മിസ് ചെയ്തതുകൊണ്ട് തന്നെ കൊട്ടാക് മഹേന്ദ്ര ബാങ്കിന്റെ സ്റ്റോക്ക് പ്രൈസിലും ഇന്ന് 5% ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. കൂടാതെ ഏർബൻ കമ്പനിയുടെ ക്വാർട്ടർ 3 ഏർണിംഗ്സ് വീക്കായി വന്നതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ 7% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുമുണ്ടായി. തൽഫലമായി നിലവിൽ സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 28% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. അല്പസമയം മുമ്പ് ഏഷ്യൻ പെയിന്റ്സിന്റെ ക്വാർട്ടർ 3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നെറ്റ് പ്രോഫിറ്റില് കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിൽ 5% ഇടിവാണ് രേഖപ്പെടുത്തുകയുമുണ്ടായത്. തൽഫലമായി 5% ഇടിവും ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ അനുഭവപ്പെട്ടു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ആയിരുന്നതിനാൽ തന്നെ ഹൈലി വോൾട്ടൈൽ ആയിരുന്നെങ്കിൽ കൂടിയിട്ടും കൂടാതെ അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വരികയുമുണ്ടായി ഒരു ഘട്ടത്തിൽ. എങ്കിലും തുടർന്ന്
ആ നഷ്ടങ്ങളെയൊക്കെ നികത്തിക്കൊണ്ട് നേട്ടത്തോടുകൂടി തന്നെ ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഏകദേശം 2 ദശാബ്ദമായി, അതായത് 2007 ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്കുള്ള ചർച്ചകൾ ആരംഭിക്കുകയുണ്ടായത്. എന്നാൽ 19 വർഷങ്ങൾക്കു ശേഷം ഇന്നത് യാഥാർത്ഥ്യമാവുകയുമുണ്ടായി. തൽഫലമായി ഇന്ത്യൻ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം മാർക്കറ്റിന്റെ സെന്റിമെന്റ്സിനെ ഉയർത്തുക തന്നെയുണ്ടായി. കാരണം കരാർ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യൻ കമ്പനികൾക്ക് വിപണി പ്രവേശനം മെച്ചപ്പെടുത്തുമെന്നും ദീർഘകാല സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും കൂടാതെ വളർച്ച സാധ്യതകളെ പിന്തുണയ്ക്കുമെന്നുള്ള പ്രതീക്ഷകൾ നിക്ഷേപകരുടെ ഇടയ്ക്ക് വളർത്തുവാനും ഈ കരാറിന് സാധിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് അതിശക്തമായ ഒരു നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. എന്നിരുന്നാൽ കൂടിയിട്ടും ഇന്നത്തെ മാർക്കറ്റിന്റെ റാലി പ്യൂർലി ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ സെന്റിമെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. കാരണം ഇന്ന് ഒപ്പുവെച്ച ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് 2027 കൂടിയിട്ട് പ്രാബല്യത്തിൽ വരികയുമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കരാറിനെ തുടർന്ന് ഇന്ന് മാർക്കറ്റിൽ ഉടലെടുത്ത നേട്ടം നാളെയും മാർക്കറ്റിന് തുടരുവാനോ നിലനിർത്തുവാനോ ആകുമെന്നുള്ള കാര്യം നോക്കിക്കണ്ട് തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലുടനീളം അതിശക്തമായ ഇടിവ് നേരിട്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ രൂപ, പ്രത്യേകിച്ചും കഴിഞ്ഞ വെള്ളിയാഴ്ച വീണ്ടും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ഫ്രഷ് റെക്കോർഡ് ലോയും ക്രിയേറ്റ് ചെയ്യുകയുമുണ്ടായി. തൽഫലമായി കഴിഞ്ഞ ആഴ്ചയിൽ 1.07% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് ഇന്ന് സിംഗിൾ ഡേ കൊണ്ട് തന്നെ 24 പൈസയുടെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഇന്നലെ റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് അവധിയായിരുന്നെങ്കിൽ കൂടിയിട്ടും US മാർക്കറ്റുകൾക്ക് 0.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതും കൂടാതെ ഇന്ന് നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കണ്ടായിരുന്നു, രാവിലെ ഏകദേശം 125 പോയിന്റുകൾക്ക് അടുത്ത് നഷ്ടത്തിലാണ് ഡോ ജോൺസ് ഫ്യൂച്ചർ വ്യാപാരത്തിൽ തുടർന്നതെങ്കിലും ആ നഷ്ടങ്ങളൊക്കെ ഒരു പരിധി വരെ തിരിച്ചു പിടിക്കുവാനും യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറിന് ഇന്ന് സാധിച്ചു. കൂടാതെ ഇന്ന് യൂറോപ്യൻ ഏഷ്യൻ മാർക്കറ്റ്സുകളിൽ അനുഭവപ്പെട്ട പോസിറ്റീവ്നെസിന്റെ ഫലമായിട്ട് ഗ്ലോബൽ ക്യൂസും പോസിറ്റീവായിട്ട് മാറിയതും നമ്മുടെ മാർക്കറ്റിനും ഗുണകരമായി തന്നെ മാറി. ഇതിനെല്ലാം പുറമെ യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യക്ക് മുകളിൽ റഷ്യൻ ഓയിലിന്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ചുമത്തിയ 25% അഡീഷണൽ താരിഫ് മാറ്റുമെന്നുള്ള പ്രതീക്ഷയും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ സഹായിച്ചു. ഇതിലേക്ക് പ്രധാനമായി നയിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദാവോസിൽ വെച്ച് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസന്റെ ഭാഗത്ത് നിന്നും പ്രസ്താവന വരികയുണ്ടായി. ഇന്ത്യ നിലവിൽ റഷ്യയിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി കുറച്ചതിനാൽ തന്നെ ഇന്ത്യക്ക് മുകളിൽ റഷ്യൻ ഓയിലിന്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്നു 25% പെനൽറ്റി താരിഫ് പിൻവലിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായത്. ഇതും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനും കാരണമായി. എങ്കിലും ഇന്ന് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള FTA നടപ്പിലാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഉടനടി തന്നെ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടത്തിയ എഗ്രിമെന്റിനെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും വരികയുണ്ടായത്. മാത്രമല്ല ഇന്ന് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടന്ന FTA തീർച്ചയായിട്ടും USനെ ഇന്ന് പ്രകോപിപ്പിച്ചിട്ടുമുണ്ടാകാം. അതിന്റെ ഒരു പ്രതിഫലനങ്ങളും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റിന്റെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് RBIയുടെ ഭാഗത്ത് നിന്നും പുതിയ നടപടികൾ വരികയുണ്ടായി. അതായത് ബോണ്ട് വാങ്ങലുകൾ, ബൈസെൽ ഫോറക്സ് സ്വാപ്പുകൾ, റിപ്പോകൾ എന്നിവയിലൂടെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് 23 ബില്യൺ $ലധികം നിക്ഷേപിക്കുന്നതിനുള്ള നടപടികൾ വെള്ളിയാഴ്ച RBI പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉയർന്ന ലിക്വിഡിറ്റി ക്രെഡിറ്റ് വളർച്ചയ്ക്കും ഇക്വിറ്റി മാർക്കറ്റുകൾക്കും സഹായകമാകുന്നതിനാൽ തന്നെ RBIയുടെ ഈ ഒരു നടപടിയും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും ഗുണകരമായി തന്നെ മാറി. ഇതിനെല്ലാം പുറമെ ഇന്ന് മാർക്കറ്റിന്റെ പ്രാരംഭഘട്ടത്തിൽ 10% ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം കൂൾ ഓഫ് ആവുകയുമുണ്ടായി. മാത്രമല്ല മാർക്കറ്റ് ഇന്ന് മുന്നോട്ട് കുതിച്ച ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയതും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. എങ്കിലും 1.83% ഉയർച്ചയോടുകൂടി 14.45 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയും ഉണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ മുൻപ് കണ്ട പോലെ തന്നെ രാവിലെ ഉണ്ടായിരുന്ന നഷ്ടമൊക്കെ നികത്തിക്കൊണ്ട് ആകെ 10 പോയിന്റുകൾക്ക് താഴെയായിട്ട് നേരിയ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ 3 മാർക്കറ്റുകളും നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് എല്ലാ മാർക്കറ്റുകളും നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.5% ഉയർച്ച അനുഭവപ്പെടുമ്പോൾ ഗോൾഡിന്റെ വിലയിൽ 1.5%
ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും ബ്രെന്റ് ക്രൂഡിന്റെ വില $65.79 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $60.90 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $5088.27 പെർ ഔൺസ് എന്ന നിലയിലായിട്ടും വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റില് 33% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 5% വളർച്ചയും രേഖപ്പെടുത്തി. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് നെറ്റ് പ്രോഫിറ്റിൽ 38% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 385 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഗോ ഫാഷൻസ് ഷെയർ ബൈബാക്കുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കുവാൻ വേണ്ടി 29 ജനുവരി 2026 ബോർഡ് മീറ്റിംഗ് ചേരുമെന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. ഓയിൽ ഇന്ത്യ ഈ വർഷം തന്നെ കമ്പനിയുടെ നുമാലിഗ്ര റിഫൈനറിയുടെ ശേഷി പ്രതിദിനം 1,80,000 ബാരൽ പെർ ഡേ എന്ന നിലയിലേക്ക് ഉയർത്തുമെന്ന് എന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. മറൈൻ ഇലക്ട്രിക്കൽസ് ഇന്ത്യ 284.4 കോടി രൂപയുടെ പുതിയ ഓർഡർ പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഇന്റലക്ട് ഡിസൈൻ എറീന US കമ്പനി AI ഡ്രിവൺ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുകയുണ്ടായി. ആര്യൻ പ്രോ സൊല്യൂഷൻസ് മുംബൈ മെട്രോ ലൈൻ 5നായി ടിറ്റഗ്ര റെയിലിൽ നിന്ന് പ്ലാറ്റ്ഫോം സ്ക്രീൻ ഡോർ സിസ്റ്റങ്ങൾക്കായി വലിയ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുമുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.